പ്രിയമുള്ളവരെ, ഏവർക്കും സ്കൂളിംഗ് ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എയിംസ് ന്യൂഡൽഹി ഉൾപ്പെടെ വിവിധ എയിംസുകളിൽ രാജ്യത്തെ ഏറ്റവും കുറഞ്ഞ ഫീസിൽ BSc നഴ്സിംഗ് കൂടാതെ വിവിധ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്കുള്ള ഈ വർഷത്തെ ആപ്ലിക്കേഷൻ ആരംഭിച്ചു കഴിഞ്ഞു. 4/4/2024 അപ്ലൈ ചെയ്യാവുന്ന ലാസ്റ്റ് ഡേറ്റ്. ഈ കാണുന്നതാണ് വെബ്സൈറ്റ്. കൃത്യമായിട്ടുള്ള വെബ്സൈറ്റ് ലിങ്ക് താഴെ നൽകുന്നതാണ്. ഇപ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പർ, ഇമെയിൽ ID, അഡ്രസ് ഡീറ്റെയിൽസ്, ആധാർ നമ്പർ കൂടാതെ വിദ്യാർത്ഥിയുടെ ഫോട്ടോ, സിഗ്നേച്ചർ, തമ്പ് ഇംപ്രഷൻ, ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ ഇവ അപ്ലോഡ് ചെയ്ത് ബേസിക് രജിസ്ട്രേഷൻ നടത്തി അപേക്ഷയുടെ പ്രാഥമിക പ്രിന്റ് ഔട്ട് എടുക്കാൻ മാത്രമാണ് നിങ്ങൾക്ക് സാധിക്കുക. പിന്നീട് നിങ്ങൾ നൽകിയിട്ടുള്ള ഡീറ്റെയിൽസുകൾ പരിശോധിക്കപ്പെടും. ആക്സെപ്റ്റ് ചെയ്താൽ ആപ്ലിക്കേഷന്റെ രണ്ടാം ഘട്ടമായ ഫൈനൽ രജിസ്ട്രേഷനും ഫീ പേയ്മെന്റും നിങ്ങൾ നടത്തേണ്ടതാണ്. ആ സമയത്ത് ഒരു ആപ്ലിക്കേഷൻ കോഡും സൈറ്റിൽ നിന്ന് ലഭിക്കുന്നതാണ്. അപേക്ഷയുടെ ഈ ഒരു രണ്ടാം ഘട്ടത്തിന് 12/4/2024 വരെ സമയമുണ്ട്. അതുകൊണ്ട് അപ്ലൈ ചെയ്യുന്നവരെല്ലാം ആപ്ലിക്കേഷന്റെ രണ്ടാം ഘട്ടത്തിന് വേണ്ടി വെബ്സൈറ്റിൽ ഇടയ്ക്കിടെ ലോഗിൻ ചെയ്തു സെക്കൻഡ് സ്റ്റെപ്പ് പൂർത്തീകരിക്കേണ്ടതാണ്. എയിംസ് ന്യൂഡൽഹി, ബിബിനഗർ തെലുങ്കാന, ബിലാസ്പൂർ ഛത്തീസ്ഗഡ്, ഭുവനേശ്വർ ഒറീസ, ജോധ്പൂർ രാജസ്ഥാൻ, നാഗ്പൂർ മഹാരാഷ്ട്ര, ഋഷികേഷ് ഉത്തരാഖണ്ഡ്, റായ്പൂർ ഛത്തീസ്ഗഡ് തുടങ്ങിയ എയിംസുകളിലാണ് BSc നഴ്സിംഗ്, BSc MLT, ഒപ്റ്റോമെട്രി, റേഡിയോളജി, റേഡിയോതെറാപ്പി, ഡെന്റൽ ഹൈജീൻ, മെഡിക്കൽ ഇമാജിംഗ് ടെക്നോളജി, അനസ്തേഷ്യ ടെക്നോളജി, പെർഫ്യൂഷൻ ടെക്നോളജി, എമർജൻസി മെഡിസിൻ, ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി, റെസ്പിറേറ്ററി ടെക്നോളജി തുടങ്ങിയ വിവിധ കോഴ്സുകളിലേക്ക് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ നൽകാൻ വേണ്ടി സാധിക്കുക. എല്ലാ സെന്ററുകളിലും എല്ലാ കോഴ്സുകളും ഇല്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. രാജ്യത്തെ ഏറ്റവും മികച്ച സ്ഥാപനങ്ങളിൽ ഏറ്റവും കുറഞ്ഞ ഫീസിൽ നിങ്ങൾക്ക് ഇവ പഠിക്കാൻ വേണ്ടി സാധിക്കും. ആപ്ലിക്കേഷൻ ആരംഭിച്ചുവെങ്കിലും പ്രോസ്പെക്ടസ് നിലവിൽ റിലീസ് ചെയ്തിട്ടില്ല. അപേക്ഷയുടെ രണ്ടാം ഘട്ട സമയമാകുന്നതിന് മുമ്പ് അത് റിലീസ് ചെയ്യും. ആപ്ലിക്കേഷൻ ഫീസും കോഴ്സ് ഫീസും മറ്റും കൃത്യമായി അതിൽ ഉണ്ടാകുന്നതാണ്. ഏറ്റവും മികച്ച സ്ഥാപനങ്ങളിൽ ഏറ്റവും കുറഞ്ഞ ഫീസിൽ പഠിക്കാൻ സൗകര്യം ലഭിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് ഏറ്റവും മികച്ച വിദ്യാർത്ഥികൾക്കാണ് ഇതിലേക്ക് അഡ്മിഷൻ ലഭിക്കുക. അതുകൊണ്ട് എൻട്രൻസ് എക്സാം പ്രകാരമാണ് വിദ്യാർത്ഥികളെ സെലക്ട് ചെയ്യുന്നത്. എൻട്രൻസ് എക്സാമിന്റെ ഡേറ്റും സിലബസും മറ്റു കാര്യങ്ങളുമെല്ലാം പ്രസിദ്ധീകരിക്കാൻ പോകുന്ന പ്രോസ്പെക്ടസിൽ വ്യക്തമാക്കുന്നതാണ്. ലഭ്യമായാൽ ആ ഒരു ഡീറ്റെയിൽസ് താഴെ നൽകുന്നതുമാണ്. സാധാരണ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി കൂടാതെ അല്പം ജനറൽ നോളജ് എന്നിവ അടിസ്ഥാനമാക്കിയാണ് എൻട്രൻസ് ഉണ്ടാകാറുള്ളത്. കേരളത്തിൽ തിരുവനന്തപുരമാണ് സാധാരണ എക്സാമിനേഷൻ സെന്റർ ആയിട്ട് ലഭിക്കാറുള്ളത്. ചെറിയ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വിവിധ ഹയർ സ്റ്റഡി അഡ്മിഷനുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസുകൾ അടങ്ങിയിട്ടുള്ള വിവിധ വീഡിയോകൾ ചാനലിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകരിക്കുന്നുണ്ട് എങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. ഇവർക്കും നന്ദി, നമസ്കാരം.